morning. Good morning, sir. Sir. Good morning, Vaishnavi. Good morning, Parvati. Good morning, sir. Good morning, Navaneet. Good morning, sir. Good morning, Parikshit. Good morning, Good sir. morning. Oh, yes. Good morning, sir. Good morning. Good morning. നമുക്ക് ഇന്ന് ഏത് ടോപ്പിക് ഡിസ്കസ് ചെയ്യണം? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തുതരാം. Thermal properties of matter. ഏത് പ്രോപ്പർട്ടീസ്? Thermal പ്രോപ്പർട്ടീസോ? Yes, sir. എല്ലാവരും ഓക്കെയാണോ? തെർമൽ പ്രോപ്പർട്ടീസ് മതിയോ? Yes, sir. Yes, sir. ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാം കൂടെ നിങ്ങൾക്ക് തരാത്തത്. ഓക്കെ, സ്പീഡിൽ നോക്കാം. 20 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇന്നലെ 21 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് 15 മെമ്പേഴ്സേ ഉള്ളൂ, ഇൻക്ലൂഡിങ് മീ. ഓട്ടെ, സാറില്ല, നമുക്ക് നോക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെർക്കുറി ബോയിൽസ് അറ്റ് 357. നോർമൽ കേസിൽ മെർക്കുറി ബോയിൽ ചെയ്യുന്നത് 357-ലാണ്. ഹവർ മെർക്കുറി തെർമോമീറ്റേഴ്സ് ആർ മെയ്ഡ് സച്ച് ദാറ്റ് ദേ ക്യാൻ മെഷർ ടെമ്പറേച്ചർ അപ് ടു 500 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഈ മെർക്കുറി തെർമോമീറ്റർ മേടിക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് അപ് ടു 500 ഡിഗ്രി സെൽഷ്യസ് വരും യൂഷ്വലി. ദിസ് ഈസ് ഡൺ ബൈ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഉയർത്തണം അല്ലേ? 357-ൽ ബോയിൽ ചെയ്യുന്നതിന് പകരം എത്ര ഡിഗ്രിയിൽ പോയിട്ട് ബോയിൽ ചെയ്യണം? 500. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബോയിലിംഗ് പോയിന്റ് ഉയർത്താൻ കെമിസ്ട്രിയിൽ പഠിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ? പ്രഷർ കുക്കറിനെ ആലോചിച്ച് നോക്ക്. പ്രഷർ കുക്കറിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രഷർ കൂട്ടും. അപ്പോ ബൈ ഫില്ലിംഗ് ആരായിരിക്കണം? മെയിൻറ്റെയിനിങ് വാക്യൂം അല്ല. Option B. ബൈ ഫില്ലിംഗ് നൈട്രജൻ ഗ്യാസ് അറ്റ് എങ്ങനെ? High pressure. ഹൈ പ്രഷർ. ഹൈ പ്രഷർ ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഹൈ പ്രഷറിൽ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നൈട്രജൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്പെസിഫിക് ഹീറ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. അത്ര ലോ അല്ല, ഏറ്റവും കൂടുതലുള്ള ആൾ ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റുള്ള ആൾ ഹൈഡ്രജനാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റുള്ള ആൾ ഹൈഡ്രജനാണ്. പതുക്കെ ചൂടാവുള്ളൂ, പതുക്കെ തണുക്കുള്ളൂ. ഇപ്പം യൂഷ്വലി ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കാറില്ല, കാരണം ഹൈഡ്രജനൊക്കെ ഉപയോഗിച്ചാലുള്ള കുഴപ്പം ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പ്രശ്നമാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് ചൂടായി കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ ഇരിക്കും, അത് ചൂടായി തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ആൻസർ ബൈ ഫില്ലിംഗ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. നൈട്രജൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൈ പ്രഷർ എബവ് ദ മെർക്കുറി. ഓക്കെ ഓക്കെ. ഫോൾട്ടി തെർമോമീറ്റർ. ഒരു തെർമോമീറ്ററിനെ വേറൊരു തെർമോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ പഠിച്ചല്ലേ? റീഡിംഗ് എക്സ് എന്ന് വിചാരിച്ചു. റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്നാണ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് സി മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 0 ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 100 മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ കെ മൈനസ് 273 ബൈ 373 മൈനസ് 273, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ബൈ 212 minus
എത്രയുടെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഫാരൻഹീറ്റിന്റെ? 80. And number of divisions 180 ആണ്. 180. അപ്പോൾ 212 മൈനസ് 180 എത്ര വരാം? പറയടാ, 32 അല്ലേ? അല്ലേ? നമുക്ക് ഇവിടുത്തെ സ്കെയിൽ ഏതാണെന്ന് അറിയില്ല. സോ നമുക്ക് അവിടെ എന്ത് കൊടുത്തു? എക്സ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഈ രണ്ട് സ്കെയിലുകൾ. ഏതൊക്കെ രണ്ട് സ്കെയിലുകളെ കണക്ട് ചെയ്യണ്ടേ? ഇതും അൺനോൺ സ്കെയിലും തമ്മിലല്ലേ കണക്ട് ചെയ്യണ്ടേ? Yes, sir. Yes, sir. Quality thermometer has a fixed points marked 5 and 95. അപ്പോ C by 100 is equal to C by 100 is equal to C by 100 is equal to X എത്രയാ? നമുക്ക് കിട്ടിയ റീഡിങ് എത്രയാ? 59 മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എത്രയാ? 5 by 95 മൈനസ് 5. അപ്പൊ C by 100 is equal to 59 മൈനസ് 5 54 അല്ലേ? 54 by 90. 0 കട്ടായി. അപ്പൊ C is equal to 540 by 9. 540 by 9 അല്ലേ? 540 by 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 60. ആൻസർ 60. ഒരു സ്കെയിലിനെ വേറെ സ്കെയിലുമായി റിലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ, ടെമ്പറേച്ചർ വരയ്ക്കുമ്പോൾ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന റിസൾട്ടാണ്. ഇഫ് യു വാണ്ട് ടു കണക്ട് വൺ സ്കെയിൽ വിത്ത് അതർ സ്കെയിൽ, റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. നമ്പർ ഓഫ് ഡിവിഷൻസ് കിട്ടാൻ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എടുത്താൽ മതി. ക്ലിയർ ആയോ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, NDAക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഒരു സ്കെയിലിനെ വേറെ സ്കെയിലുമായിട്ട് കണക്ട് ആക്കാൻ നമ്മൾ റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എടുത്താൽ മതി. ഓക്കെ? Yes, sir. Third one. The pressure of hydrogen gas in a constant volume gas thermometer is 80 centimeter at 0 degrees Celsius, 110 centimeter at 100 degrees Celsius, then 95 centimeter at unknown temperature T, then T is equal to. Scenario. ഏത് തെർമോമീറ്റർ ആയാലും ഇതാരൊക്കെ തമ്മിലുള്ള ഗ്രാഫ്? പ്രഷറും പിന്നെ ആരും തമ്മില? ടെമ്പറേച്ചറും തമ്മിലല്ലേ? ഗ്രാഫ് ഉറപ്പായും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ റിലേഷൻഷിപ്പ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രഷറിന്റെ വാല്യൂ സേ P0 നമുക്ക് പ്രഷർ എവിടെ എടുക്കാം? ഇവിടെയും ടെമ്പറേച്ചർ എവിടെ എടുക്കും? ടെമ്പറേച്ചർ 0 ആവുന്ന സമയത്തുള്ള പ്രഷർ P0 എന്ന് വിചാരിച്ചു. P0 100 ഡിഗ്രി സെൽഷ്യസിൽ PT എന്ന് വിചാരിച്ചു. PT. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതിനെ y = mx + c യുമായിട്ട് കമ്പയർ ചെയ്തൂടെ? Yes, sir.
വൈ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ പ്രഷറാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എത്രയാണ് വരിക? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതേ ബൈ ഇതല്ലേ സ്ലോപ്പ് വരിക Yes, അല്ലേ? sir. ടാൻ തീറ്റാന്റെ എക്സിന് പകരം ടെമ്പറേച്ചർ ആണ് പ്ലസ് ഇ. വൈ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എത്രയാണ്? വൈ ഇന്റർസെപ്റ്റ് പറയടാ. വൈ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എത്രയാ? Zero. പി സീറോ. അപ്പോൾ പി സീക്കൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ പി ടി മൈനസ് പി സീറോ ബൈ ശരിയല്ലേ? 100 മൈനസ് 0 ശരിയാണോ? ഡി വൈ ബൈ ഡി എക്സ്. ടാൻ തീറ്റ കണ്ടത് മനസ്സിലായോ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ അഡ്ജസന്റ് സൈഡ് എടുത്തു ട്രയാങ്കിളിന്റെ. ഓക്കെ ആണോ? Yes, ഇൻറ്റു sir. ടി പ്ലസ് പി സീറോ. നമുക്ക് ആ ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്, ടി ആണ് കാണേണ്ടത്. അപ്പൊ പി ടി മൈനസ് പി സീറോ ബൈ 100 ഇൻറ്റു ടി ഈ സീക്കളിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി മൈനസ് പി സീറോ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ ടി ഇത് കിട്ടും പി മൈനസ് പി സീറോ ബൈ പി ടി മൈനസ് പി സീറോ ഇൻറ്റു വൺ. ഈ പി ടി എന്ന് പറയുമ്പോൾ പി 100 ആണ്. പി 100 ആണ്. ഇൻറ്റു 100 വരും. ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ ആണ് പി മൈനസ് പി സീറോ ബൈ പി 100 മൈനസ് പി സീറോ ഓൾ ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. ഇത് പ്രഷറിന് പകരം ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. പി സികൾ എച്ച് റോ ജി. അപ്പൊ വേണമെങ്കിൽ ടി സികൾ എന്ത് എഴുതാൻ പറ്റും? എൽ മൈനസ് എൽ സീറോ ബൈ എൽ 100 മൈനസ് എൽ സീറോ ഇൻറ്റു 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ എൽ എത്രയാണ്? 95 മൈനസ് 0 ഡിഗ്രിയിൽ എത്രയായിരുന്നു? 80 centimeter. 80 ബൈ 100 ഡിഗ്രി സെൽഷ്യസിലോ 110 centimeter. 110 മൈനസ് വീണ്ടും 80 ഓൾ ഇൻറ്റു 100. ഇത് എല്ലാ തെർമോമീറ്ററുകൾക്കും ഈ ടൈപ്പ് ഇക്വേഷനാണ് വരിക. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആയാലും പ്രഷർ തെർമോമീറ്റർ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡിനറി ലിക്വിഡ് തെർമോമീറ്റർ ആയാലും എല്ലാം ഈ ഒരു ടൈപ്പ് ഇക്വേഷനാണ് വരിക കേട്ടോ. Okay, sir. ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചത്. ടി ഈസ് ഈക്വൽ ടു പി മൈനസ് പി സീറോ ബൈ പി 100 മൈനസ് പി സീറോ ഇൻറ്റു 100 ഡിഗ്രി സെൽഷ്യസ്. Sir, option A ആണ് ആൻസർ. നോക്കണം, എനിക്കറിയില്ല. 95 മൈനസ് 80 ഇത് വരും 15 അല്ലേ ബൈ 110 മൈനസ് 80 30 വരും ഇൻറ്റു 100. സോ 0.5 ഇൻറ്റു 100 50 അല്ലേ? 50 അല്ലേ ആൻസർ? Yes, sir. Yes. 50 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആയോ? പാർവതി ഓക്കെ ആണോ? Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ. നവനീത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോടാ. നവനീത്. Two rods of length L1 and L2 are made of material whose coefficients of linear expansion are alpha 1 and alpha 2. If the difference between two lengths is independent of temperature, then L1 alpha അതെ L1 alpha 1 equal L2 alpha 2. രണ്ട് റോഡുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരാളുടെ ലെങ്ത് L1, വേറൊരു റോഡ് കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ ലെങ്ത് എത്രയാ? ടോട്ടൽ ലെങ്ത് L2 അല്ലേ?
ഇത് എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സ് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ലെങ്ത് എക്സ് ഈസ് ഈക്വൽ ടു L2 മൈനസ് L1. L2 minus L1. If the difference between the two lengths is independent of temperature എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. If the difference is independent of temperature, if x is constant, delta L1 equal to delta L2 വരണം. ഇവന്റെ ലെങ്ത് ഇത്തിരി കൂടിയെന്ന് വിചാരിച്ചു. അപ്പൊ ഇവന്റെ ലെങ്ത് ഇത്തിരി കൂടണ്ടേ? വീണ്ടും ലെങ്ത് കൂടി വിചാരിച്ചു. അപ്പൊ ഇവന്റെ ലെങ്ത്തും കൂടണ്ടേ? അതായത് രണ്ടുപേർക്കുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരാൾ എത്ര എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ രണ്ടാമത്തെ ആളും എക്സ്പാൻഡ് ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഡിഫറൻസ് ഇൻ ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാൻ പാടുള്ളൂ. The key point given in this problem is if the difference between the two lengths is independent of temperature, for that increase in length of the first rod and increase in length of the second rod must be equal. Okay now? ഇനി ആൽഫ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ല എല്ലാവരും? ആൽഫ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്നല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇതിൽ നോക്ക്, രണ്ടുപേരുടെ ഡെൽറ്റ എൽ സെയിം ആണ്, ഡെൽറ്റ ടിയും സെയിം ആണ്. അപ്പൊ ആൽഫ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് വരും. അപ്പൊ ആൽഫ 1 L1 ഈക്വൽ ടു ആൽഫ 2 L2. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതാണ് ആൻസർ. അതായത് L1 by L2 ഈസ് ഈക്വൽ ടു ആൽഫ 2 by ആൽഫ 1. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടൈപ്പ്. സർ പക്ഷെ ഇക്വേഷനിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ എല്ലായിട്ട്? അല്ല, ഏത് ഇക്വേഷനില്? ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ആൽഫ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതെ, മനസ്സിലായി. ഡെൽറ്റ എൽ കോൺസ്റ്റന്റ്, രണ്ടുപേർക്കും സെയിമാ. ഓക്കെ സർ. ഡെൽറ്റ ടി രണ്ടുപേർക്കും സെയിമാ. അപ്പൊ ആൽഫ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് എന്നല്ലേ വരിക? അല്ലേ? ഓക്കെ സർ. അപ്പൊ ആൽഫ 1 ബൈ ആൽഫ 2 ഈസ് L2 ബൈ L1 വരിക. ക്ലിയർ ആയോ? യെസ് സർ. ഈ ഇക്വേഷൻ അറിയാലോ അല്ലേ? ആൽഫ കാണാനുള്ള ഇക്വേഷൻ അറിയില്ലേ? സർ. പറയണോ അത്? നോ സർ. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി ഈസികൾ ആൽഫ എന്നാണ്. ഈ പ്രോബ്ലത്തിൽ ഡെൽറ്റ എൽ കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ടി നമ്മൾ ചൂടാക്കിയതാണ്, രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1 ബൈ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ എന്ന് വരും. അപ്പോൾ ആൽഫ ഇൻറ്റു എൽ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് വരും. അപ്പോൾ L1 ആൽഫ 1 ഈക്വൽ ടു L2 ആൽഫ 2 എന്ന് വരും. അപ്പോൾ L1 ബൈ L2 ഈസ് ഈക്വൽ ടു ആൽഫ 2 ബൈ ആൽഫ 1 എന്ന് വരും. ഓക്കെ ആണോ? Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഫർഹാൻ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച ഫർഹാൻ. Yes, sir. The loss in weight of a solid when immersed in a liquid at 0 degree is W0, and at T degree Celsius it is W. If the cubical coefficient of expansion of solid, liquid by gammas are gamma respectively, the, W is equal to. ഞാൻ പതുക്കെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും. കുറേ കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും, നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും. ഈ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുമ്പോൾ പറയണ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയാൻ എന്താ? mg മൈനസ് mg ഡാഷ് അല്ലേ?
അതിനെയാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്പ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ Yes, sir. ഈ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അറിഞ്ഞിരിക്കണം, ബോഡിക്ക് എയറിലുള്ള വെയിറ്റിൽ നിന്നും അതേ ബോഡിയെ ലിക്വിഡിൽ വെച്ച് മെഷർ ചെയ്യുമ്പോഴുള്ള വെയിറ്റ് മൈനസ് ചെയ്യണം. അതിനാണ് ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, Okay, sir. ലോസ് ഇൻ വെയിറ്റ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ W0 at 0 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ W0 ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, mg മൈനസ് mg ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ബോയന്റ് ഫോഴ്സ്. ക്ലിയർ ആയോ? Yes, Sir. sir. ബോയന്റ് ഫോഴ്സ് കാണാൻ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓർമ്മിക്കണം. W0 ഈസ് ഈക്വൽ ടു V0 D0 G, വേർ V0 എല്ലാവർക്കും അറിയാം. V0 എന്ന് പറയുമ്പോൾ ആരാ? വോളിയം ഓഫ് കമോൺ Displaced liquid. ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഓർ വോളിയം ഓഫ് ബോഡി ഇൻസൈഡ് ദ ലിക്വിഡ്. രണ്ട് രീതിയിലും പറയാം. V0 എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഓർ വോളിയം ഓഫ് ബോഡി ഇൻസൈഡ് ദ ലിക്വിഡ് വെൻ യു പുട്ട് ദ ബോഡി ഇൻ ലിക്വിഡ്. D0 ആരാ? D0 പറയടാ. ഡെൻസിറ്റി ഓഫ് Liquid. Liquid. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ജീവൻ എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റിയാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദിസ് വിൽ ബി ദ loss in weight of the body when you put the body in liquid at 0 degree Celsius. V0 is the volume of liquid displaced, D0 is the density of liquid, G is the acceleration due to gravity. ഇതെല്ലാവരും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഈ ഇക്വേഷൻ പറയുന്ന പേരെന്താ? ഇതിനാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, when you put a body fully or partially in a liquid, the body feel weight loss. The weight loss of the body is equal to weight loss of the body is equal to volume of liquid displaced into density of liquid into gravity. ഇതിനാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. കേട്ടിട്ടുണ്ടോടാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? Yes, sir. ദെൻ നിങ്ങൾ എന്ത് ചെയ്തു? ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയത് W ആണ്. ആഫ്റ്റർ ഹീറ്റിംഗ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇനി പറയാൻ പോണത്. ആഫ്റ്റർ ഹീറ്റിംഗ് ചൂടാക്കിയ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കം W, ഗിവൺ ദാറ്റ് ആ എന്ത് W0 W ദാറ്റ് ഈസ് ഈക്വൽ, നമുക്ക് എന്താ എഴുതാം? VT ഇൻറ്റു DT ഇൻറ്റു G. വോളിയം മാറി V0ക്ക് വരെ VT എന്ന് കൊടുത്തു, ഡെൻസിറ്റി മാറി DT എന്ന് കൊടുത്തു, ഗ്രാവിറ്റി G എന്ന് കൊടുത്തു. ഓർ W ഈക്വൽ VT എന്ന് പറയുമ്പോൾ V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഓഫ്, ഈ വോളിയം ആരുടെ എടുക്കണം? ഒന്നുകിൽ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എടുക്കണം, അല്ലെങ്കിൽ വോളിയം ഓഫ് ബോഡി എടുക്കണം. വോളിയം ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ ബോഡി ഒരു സോളിഡ് ആയതുകൊണ്ട് ഇവിടെ ഗാമ എസ് ഇൻറ്റു കൊടുത്തു, ഡെൽറ്റ T എന്ന് കൊടുത്തു. T എന്ന് കൊടുത്താലും മതി. T നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വോളിയം കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ പഠിപ്പിച്ചപ്പോൾ വോളിയം കൂടും, ചൂടാക്കിയാൽ ബോഡിയുടെ വോളിയം കൂടും. ഓക്കെ, ചൂടാക്കിയാൽ ബോഡിയുടെ വോളിയം കൂടും. ലിക്വിഡിന്റെ ഡെൻസിറ്റി D0 ഇൻറ്റു 1 മൈനസ് ഗാമ L ഇൻറ്റു T. ഓർമ്മിക്കണേ, അത് ലിക്വിഡിന്റെ ആണ്. ഇവിടെ ഗാമ L തന്നെ എഴുതാവൂ, ഗാമ L ലിക്വിഡിന്റെ എഴുതാവൂ. ഇവിടെ സോളിഡ് എഴുതാനുള്ള കാരണം അത് ബോഡിയുടെയാണ്. ഇൻറ്റു ഗ്രാവിറ്റി നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചൂടാക്കിയാൽ V' ഈസികൾ V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഇൻറ്റു ഡെൽറ്റ T എന്നും, ഡെൻസിറ്റി D' ഈസികൾ D0 ബൈ 1 പ്ലസ് ഗാമ ഇൻറ്റു ഡെൽറ്റ T എന്നാണ്. അപ്രോക്സിമേറ്റ്ലി നമ്മൾ അതിനെ D0 ഇൻറ്റു 1 മൈനസ് ഗാമ ഇൻറ്റു ഡെൽറ്റ T എന്ന് എഴുതും. ചൂടാക്കിയാൽ വോളിയം കൂടും, ഡെൻസിറ്റി കുറയും. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ചൂടാക്കിയാൽ ബോഡിയുടെ വോളിയം കൂടും, ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറയും. ചുമ്മാ ഒന്ന് ഗസ് അടിക്കാമോ? നിങ്ങൾ ബോഡിയെ ലിക്വിഡിൽ ഇട്ടതിന് ശേഷം ചൂടാക്കിയപ്പോൾ ബോഡി എക്സ്പാൻഡ് ആയി, ബോഡിയുടെ വോളിയം കൂടി.
ബോഡിയുടെ വോള്യം കൂടുന്നത് കാരണം ബോയന്റ് ഫോഴ്സ് കൂടണമായിരുന്നു. പക്ഷെ ഒപ്പം ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറയുന്നത് കാരണം ബോയന്റ് ഫോഴ്സ് കുറയണമായിരുന്നു. ഓവറോളായി എന്ത് സംഭവിക്കും? ചൂടാക്കി എന്ത് സംഭവിക്കും? ചൂടാക്കുമ്പോൾ ബോഡിയുടെ വോള്യം കൂടി, ഓക്കെ, ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറഞ്ഞു, ഓക്കെ. ഓവറോളായി എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. വെയിറ്റ് കുറയും. എന്താ ഫർഹാൻ പറഞ്ഞേ? വെയിറ്റ് കുറയും. വെയിറ്റ് അല്ലടാ, ഇത് നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. നമുക്ക് W = V0 D0 G ഇൻറ്റു മൾട്ടിപ്ലൈ ആണ് 1 + 1 × 1 1 1 ഇൻറ്റു അടുത്ത് ഗാമ S × 1 ഗാമ S × T മൈനസ് ഗാമ L × T മൈനസ് ഗാമ S × ഗാമ L × T². ഞാനത് ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 4 ടേംസ് ഉണ്ടാവും. ഇതിൽ ലാസ്റ്റ് ടേം നമ്മൾ എന്ത് ചെയ്യും അറിയോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോ. ഈ ലാസ്റ്റ് ടേമിനെ ഞാൻ അപ്രോക്സിമേറ്റ്ലി അങ്ങ് കയറി 0 ആക്കും. കാരണം ഗാമ S is small, ഗാമ L is also small, so ഗാമ S × ഗാമ L is very very small. ഗാമ എസും കുറവാണ്, ഗാമ എല്ലും കുറവാണ്. അപ്പൊ ഗാമ S × ഗാമ L എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. മനസ്സിലായോ? അപ്പോ W = ഈ സാധനം വീണ്ടും W0 ആണ്. W0 ഇൻറ്റു 1 + ഗാമ S മൈനസ് ഗാമ L × T എന്ന് വരും. 1 + ഗാമ S മൈനസ് ഗാമ L × T. കിട്ടിയ വേണ്ട. ഗാമ S മൈനസ് ഗാമ L, T കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്തു. വൈഷ്ണവി ക്ലിയർ ആയോ? വൈഷ്ണവിയെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടില്ല നിങ്ങൾക്ക്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ബോഡി സാർ നേരത്തെ ഗസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വോളിയം കൂടുമ്പോഴും ഡെൻസിറ്റി കമ്മിയാകുമ്പോഴും, അപ്പൊ ശരിക്കും ബോഡിക്ക് എന്താ ഉണ്ടാവുന്നത്? അതാ പറയാൻ പോണത്. അതാ നമ്മൾ കണ്ടുപിടിച്ചുള്ളത്. നമ്മൾ വിചാരിക്കുക വോളിയം കൂടി ഡെൻസിറ്റി കുറഞ്ഞു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോയൻ ഫോഴ്സ് റിമെയിൻസ് സെയിം ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. സെയിം അല്ല. നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് പറയട്ടെ ഞാൻ ഇനി. W0 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? V0 D0 G ആയിരുന്നു. W എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? W0 ഇൻറ്റു 1 + ഗാമ S മൈനസ് ഗാമ L × T എന്ന് വരുന്നു. ഈ ഗാമ S എന്ന് പറഞ്ഞ ഗാമ L എന്ന് പറഞ്ഞ സംഖ്യ ഗ്രേറ്റർ ദാൻ ഗാമ S ആണ്. അതായത് ലിക്വിഡ് ആണ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുക സോളിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, എന്റെ ആർഗ്യുമെന്റ് ക്ലിയർ ആയോ? ആരുടെ ഗാമയെ കൂടുതൽ, ലിക്വിഡിനാണോ സോളിഡിനാണോ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുക? ലിക്വിഡിന്. അതുകൊണ്ട് യൂഷ്വലി ഗാമ L അപ്പൊ ഈ ഗാമ S മൈനസ് ഗാമ L എന്ന് പറഞ്ഞ സംഖ്യ നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ് ആയിരിക്കും. വെരി ഗുഡ്, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ ഇൻറ്റു ഗാമ S മൈനസ് ഗാമ L × T അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ് ആയിരിക്കും. 1 മൈനസ് ഒരു സംഖ്യ, അങ്ങനെയാണെങ്കിൽ W ഈസ് എന്തായിരിക്കും എന്ന് ഉറക്കെ പറഞ്ഞ? W ഈസ് ഈക്വൽ ടു W0 ആണോ? W ലെസ് ദാൻ W0 ആണോ? W ഗ്രേറ്റർ ദാൻ W0 ആണോ എന്ന് പറഞ്ഞ് ഒരു സംഖ്യ മൈനസ് ചെയ്ത് പോയാൽ വാല്യൂ കുറയല്ലേ ചെയ്യുക. അപ്പൊ ഏതാ ആൻസർ? ഇതാണ് ആൻസർ. അതായത് ഓവറോളായി എന്ത് സംഭവിക്കും? ചോദിച്ചാൽ ചൂടാക്കിയാൽ ഓൺ ഹീറ്റിംഗ്, ഓർമ്മിച്ച് വെച്ചോ, ഓൺ ഹീറ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയുന്നു.
ബോയന്റ് ഫോഴ്സ് എന്താ ചെയ്യുക? ബോയന്റ് ഫോഴ്സ് കമോൺ Decreases. ഡിക്രീസസ്. അതായത് രണ്ടും കൂടെ ബാലൻസ് ആവല്ല ചെയ്യാൻ. ബോഡിയുടെ വോളിയം കൂടിയതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക ആരാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറഞ്ഞതിനാണ് മോർ ഇമ്പാക്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് വിൽ ഡിക്രീസസ്. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ചത് മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ബൈഹാർട്ട് ചെയ്ത് വെക്കും. ഒരു ബോഡിയെ ആദ്യം നമ്മൾ എയറിലിട്ട് ചൂടാക്കി, അല്ലാണ്ട് എയറിൽ വെച്ചു. അതിനൊരു വെയിറ്റ് ഉണ്ട്. അതിനെ ലിക്വിഡിൽ കൊണ്ടുപോയി വെച്ചു. ആ ബോഡിക്ക് എന്ത് ഫീൽ ചെയ്യും? വെയിറ്റ് ലോസ് ഫീൽ ചെയ്യും. ഓക്കെ, ആ വെയിറ്റ് ലോസിനെ തന്നെയാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് എന്നും അപ്പ് ത്രസ്റ്റ് എന്നും പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ദെൻ ചൂടാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ലിക്വിഡും ബോഡിയും ചേർന്ന സിസ്റ്റത്തിനെ നമ്മൾ ചൂടാക്കി. അപ്പൊ ചൂടാക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ ബോയന്റ് ഫോഴ്സ് കൂടുമോ കുറയുമോ അതോ റിമൈൻസ് സെയിം ആയിരിക്കുമോ എന്ന്. ചൂടാക്കുമ്പോൾ ഓവറോളായി സംഭവിക്കുന്നത് എന്താ? ബോഡിയുടെ വോളിയം കൂടും. ബോഡിയുടെ വോളിയം കൂടുമ്പോൾ ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം, വോളിയം കൂടുന്നത് കാരണം ശരിക്കും ബോയന്റ് ഫോഴ്സ് കൂടണമായിരുന്നു. പക്ഷെ ഒപ്പം ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറയുന്ന കാരണം ബോയന്റ് ഫോഴ്സ് കുറയണമായിരുന്നു. ഓവറോളായി എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ മനസ്സിലായ പോയിന്റ് എന്താ വെച്ചാൽ ബോയന്റ് ഫോഴ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ബോയന്റ് ഫോഴ്സ് വിൽ എന്താ ചെയ്യാം? ഡിക്രീസസ്. ബോയന്റ് ഫോഴ്സ് ഡിക്രീസസ്. ബോയന്റ് ഫോഴ്സ് ഡിക്രീസസ്. ബോയന്റ് ഫോഴ്സ് ഡിക്രീസസ്. ക്ലിയർ ആയോ? Sir, ആ അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിനെ തണുപ്പിച്ചാൽ എന്താണ്ടാവുക? നമ്മൾ ഈ സിസ്റ്റത്തിനെ തണുപ്പിച്ചാൽ എന്താണ്ടാവുക? തണുപ്പിച്ച ബോയന്റ് ഫോഴ്സ് കൂടും. ചൂടാക്കിയ ബോയന്റ് ഫോഴ്സ് കുറയും. തണുപ്പിച്ച ബോയന്റ് ഫോഴ്സ് കൂടും. ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുന്ന കാരണം ലിക്വിഡ് കൂടുതലായിട്ട് മുകളിലേക്ക് പിടിച്ച് തള്ളും. ബോയന്റ് ഫോഴ്സ് കൂടും. ഉണ്ടോ? ബോയന്റ് ഫോഴ്സ് ഡിക്രീസ്. അപ്പൊ അപ്പാരന്റ് വെയിറ്റ് എന്താ ചെയ്യാൻ? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശരിക്കും? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഡാഷ് എന്ന് പറയുമ്പോൾ W മൈനസ് W0 അല്ലേ? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇവിടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ബോഡിക്ക് എയറിലുള്ള വെയിറ്റിൽ നിന്നും ലിക്വിഡിലുള്ള വെയിറ്റ് മൈനസ് ചെയ്യണം. അപ്പൊ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രൂ വെയിറ്റ് മൈനസ് ബോയന്റ് ഫോഴ്സ്. ഈ ബോയന്റ് ഫോഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്ന പറഞ്ഞ ചൂടാക്കിയാൽ ബോയന്റ് ഫോഴ്സ് വിൽ അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്താ ചെയ്യുക? അപ്പാരന്റ് വെയിറ്റ് വിൽ ഇൻക്രീസസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. On heating a liquid, you put a body in the liquid, then you heat the liquid. On heating the liquid, note ചെയ്തോ, buoyant force or up thrust or loss in weight will decrease us, so that apparent weight of the body will increase us. Apparent weight of the body will increase us. എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കോല്ലോ, നോക്കിക്കോ. ഇപ്പോ രണ്ട് ഒബ്ജക്റ്റ് സെയിം ഡിഫറെന്റ് വെയിറ്റ് ഉള്ള രണ്ട് ഒബ്ജക്റ്റ് സെയിം ലിക്വിഡിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ രണ്ട് വെയിറ്റും ഡിഫറെന്റ് ചേഞ്ചസ് ഉണ്ടാവില്ലേ? നോ, കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റുമായിട്ട് അല്ലാതെ ഡിപ്പെൻഡ്. എന്തുമായിട്ട് ഡിപ്പെൻഡ് ആണ്? അവരുടെ കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷനുമായിട്ട് ഡിപ്പെൻഡ് ആണ്. അതുകൊണ്ട് ഡിഫറെന്റ് വെയിറ്റ് ആയാലും പ്രശ്നമില്ല കേട്ടോ. ഒരു ബോഡിയെ നിങ്ങൾ ലിക്വിഡിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കിയാൽ എല്ലാ കേസുകളിലും ഗാമ എസ് ലെസ് ദാൻ ഗാമ എൽ ആണ്. ഗാമ എസ് എന്ന് പറയുമ്പോൾ സോളിഡിന്റെ എക്സ്പാൻസിവിറ്റി ആണ് കുറവ്, കൂടുതലായി എക്സ്പാൻഡ് ചെയ്ത ലിക്വിഡ് ആണ്. അപ്പൊ ഗാമ എസ് മൈനസ് ഗാമ എൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ബോഡികളെയും നിങ്ങൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയാൽ അപ്പ് ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ലോസ് ഇൻ വെയിറ്റ് വിൽ
decrease, decreases. So that apparent weight of the body will increase, increase. apparent weight എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? apparent weight എന്ന് പറയുമ്പോൾ ട്രൂ വെയിറ്റ് ഇൻ എയർ അല്ലെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് ബോയൻ ഫോഴ്സ് എന്നാണ്. ഇപ്പൊ ഈ ബോയൻ ഫോഴ്സ് കുറഞ്ഞാൽ ഒബ്വിയസ്ലി apparent weight എന്ത് ചെയ്യും? കൂടും, കൂടും കൂടും. ഈ പ്രോബ്ലം ക്ലിയർ ആയവരുണ്ടാ? ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയവരൊക്കെ ഒന്ന് കൈവന്നിച്ച്. വൈഷ്ണവി ഓക്കെ, ആദിത്യ ഓക്കെ, പാർവതി ഓക്കെ, വൈഷ്ണവ് ഓക്കെ, ഫ്രാങ്കോ ഓക്കെ, അംദാൻ ഓക്കെ. അനുഷ്കയ്ക്ക് ക്ലിയർ ആയില്ലേ? അനുഷ്ക ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ നമുക്കൊരു ദിവസം എക്സ്ട്രാ കിട്ടാണ്. പല കുട്ടികളും പഠിക്കാതിരിക്കുന്ന ദിവസം. അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ഓണം വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ലീവ് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇത് തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ആന്ധ്രക്കാർക്കും ഒന്നും അപ്ലിക്കബിൾ അല്ല. കാരണം അവിടെയൊന്നും എന്തില്ല, ഓണമില്ല. മലയാളി പിള്ളേർ മാത്രമേ ഓണം ആഘോഷിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ദിവസം ഫ്രീ ആണ് അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല എന്ന് വിചാരിച്ച് ആസ്വദിക്കുമ്പോൾ വേറെ ആളുകൾ ഇന്ന് പഠിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതൊന്ന് ബോധ്യപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് ക്ലാസ് വെച്ചത്. മനസ്സിലായ? കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ മടിയന്മാരാണെന്നുള്ളതിനുള്ള തെളിവാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കേട്ടില്ലേ? വന്ന കുട്ടികളെല്ലാവരും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യും. നിങ്ങൾ ഒന്നല്ലെങ്കിൽ വേറൊരു ഫീൽഡിൽ നിങ്ങൾ എക്സൽ ചെയ്യും, ഉറപ്പാണ്. മനസ്സിലായ? വിൽ പവർ, മൈൻഡ് സെറ്റ്. മനസ്സിലായില്ലേ? നന്ദ, നീ ഇപ്പോഴാണോ എഴുന്നേറ്റ് വന്നത്? എന്തേ? പെട്ടെന്ന് വിട്ടുപോയി ക്ലാസ്സിന്റെ കാര്യം വിട്ടുപോയി. ഞാൻ ഇന്നലെ രാത്രി 9:30 തൃശ്ശൂരിൽ നിന്ന് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രത്ത് ഭാര്യ വീട്ടിലാണ്. മനസ്സിലായ? ഇവിടെ എത്തിയത് 4:30. വേറെ ഡ്രൈവറൊന്നും ഇല്ലായിരുന്നു, ഞാൻ തന്നെ ഓടിച്ചത്. എത്ര കിലോമീറ്റർ അറിയോ? 247 കിലോമീറ്റർ. കേട്ടില്ലേ? എന്നിട്ട് ഞാൻ നീറ്റല്ലോ 6:30. 2 മണിക്കൂർ ഞാൻ ഉറങ്ങിയുള്ളൂ. 4:30 to 6:30. അത് എൻ്റെ വീരവാദം പറയണല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളല്ലേ പ്രയോറിറ്റി കാണിക്കുന്നത്, ഞാനാണോ കാണിക്കേണ്ടത്? കേട്ടോ അനന്ത? ആ, ഈ എയർഫോഴ്സിൽ ജോയിൻ ചെയ്താൽ നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്ന സമയത്ത് നീക്കാൻ പറ്റുന്നു? ആ, ആർമിയിൽ പറ്റുമോ? ആർമിയും നേവിയും പിന്നെ എയർഫോഴ്സും മാത്രമേ എവിടെയും പറ്റൂല. നിങ്ങൾക്ക് ചെറിയൊരു ശമ്പളം മതി, തട്ടിമുട്ടി ജീവിച്ചു പോയാൽ മതി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നീക്കാൻ, ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാം. അല്ല, നിങ്ങൾക്ക് കൂടുതൽ വലിയ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഏത് കമ്പനിയായാലും, ഇലോൺ മസ്ക് ഒക്കെ 4 മണിക്കൂറാണ് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടത്. റിച്ചാർഡ് ബ്രാൻസനൊക്കെ 2-2.5 മണിക്കൂറാണ് ഉറങ്ങുന്നത്. നരേന്ദ്രമോദിയൊക്കെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ അത്ര ഉറങ്ങുന്നത്. അപ്പം അതിന് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന റാങ്കൊന്നും കിട്ടൂല കേട്ടാ. എന്താ എല്ലാ സുഹൃത്തുക്കളോട് ഇത് പറയണേ. ആ, ഞാൻ വിചാരിച്ചു നീ ഇന്ന് എന്തായാലും ക്ലാസ്സിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. എനിവേ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫ്രാങ്കോ ക്ലിയർ ആയോ? എന്നാ ഫ്രാങ്കോ ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻ. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m having coefficient of volume expansion gamma s. Now put in a liquid whose coefficient of volume expansion is gamma l. You put the body in liquid and we gradually increases the temperature. My question, what happens to the buoyant force exerted by liquid on the body? Come on. വേറെ ആരെങ്കിലും പറഞ്ഞു? buoyant force will decreases.
So that apparent weight of the body will increases. increases. ഓർമ്മിച്ച് വെച്ചോ, മുഴുവൻ ഇക്വേഷൻ ഒന്നും മനസ്സിലായാലും കാണാതെ പഠിച്ചു വെച്ചോ. Buoyant force will decreases, so that apparent weight will increases. ക്വസ്റ്റ്യൻ ആയിക്കോടെ പറയാം. അതായത് first of all you take a body whose mass is m, coefficient of volume expansion is gamma s. Now you put the body in a liquid whose coefficient of volume expansion is gamma l. Gamma l is usually greater than that of gamma s. And now on heating, what happens to the buoyant force exerted by the liquid? Decreases. Apparent weight of the body will increases. Sir, Oh, ഇത് നമ്മൾ ഒബ്ജക്റ്റ് ലിക്വിഡിൽ ഇട്ടിട്ടല്ലേ നമ്മൾ ചൂടാക്കിയത്. അതെ. അപ്പൊ നമ്മള് ചൂടാക്കിയിട്ട് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ഇട്ടത്. അപ്പൊ എന്താ ഡിഫറൻസ് ഉണ്ടാവുക? നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം നമ്മൾ ചൂടാക്കിയിട്ട് ലിക്വിഡിൽ കൊടുന്നിട്ടിട്ട് ലിക്വിഡും കൂടെ ചൂടായിട്ടുള്ള ഒരു കേസേ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളൂ. അല്ല എടുത്ത് എറിഞ്ഞു എന്നൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിന്റെ ആൻസർ എന്ത് തന്നെയാണ്? നീ എത്ര ട്രൈ ചെയ്തിട്ട് ഇൻക്രീസസ് വരില്ല, ഡിക്രീസസ് തന്നെയാണ് കേട്ടോ. അതായത് യു ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, നോട്ട് ഓൺ യുവർ ഒബ്സ്റ്റാക്കിൾസ്. ഓക്കെ. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നോട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ആവശ്യമുണ്ട്. എന്താണ്? നമുക്ക് എന്ത് കിട്ടണം? ഇന്ത്യയിൽ കിട്ടണം. അപ്പൊ അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ചു വാരി ആലോചിക്കേണ്ട. കാരണം ഇപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത ആൻസർ കിട്ടണം. നല്ല തിങ്കിങ് ആണ്. ഫ്യൂച്ചറിൽ ഒരു റിസർച്ചറൊക്കെ ആയിട്ട് മാറുമ്പോൾ ദാറ്റ്സ് ഗുഡ് കേട്ടോ. പക്ഷെ എന്നാലും നിന്റെ അങ്ങനെ ഒരു മണ്ടത്തരാണോ ഞാൻ ചോദിക്കുന്ന വിചാരിച്ച് പേടിക്കുന്ന വേണ്ട, ധൈര്യം ചോദിച്ചോ. രണ്ട് ഗീത പറഞ്ഞാൽ അത് കേൾക്കണം കേട്ടോ. ഓക്കെ. അടുത്തത്, starting from 0 degrees Celsius, through what temperature change would hydrogen have to be heated in order to cause 3.6 change in volume? നിങ്ങൾ ഈ ഗാമ ഓഫ് എല്ലാ ഗ്യാസുകളെയും ഗാമയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ഗ്യാസുകളെയും ഗാമ എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് ഗ്യാസ് ഈസ് 1 ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ് കേട്ടോ. 1 initial temperature. So gamma gas is equal to 1/T. So 1/T എന്ന് പറയുമ്പോൾ 1/0 degrees Celsius, 1/273. So gamma of gas എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ടെമ്പറേച്ചർ. അത് ആദ്യമേ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സോളിഡുകൾക്കെല്ലാം ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡിനും ഡിഫറെന്റ് ആണ്. പല മെറ്റീരിയലിനും പല ഗാമയാണ് വരിക. പക്ഷെ എല്ലാ ഗ്യാസുകൾക്കും ഐഡിയൽ ഗ്യാസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എല്ലാ ഐഡിയൽ ഗ്യാസുകളുടെയും ഗാമ സെയിം ആണ്. എല്ലാ ഐഡിയൽ ഗ്യാസുകളുടെയും ഗാമ ഈസ് സെയിം ആൻഡ് ഈസ് ഈക്വൽ ടു 1 ഇനീഷ്യൽ ടെമ്പറേച്ചർ. 1 ഇനീഷ്യൽ ടെമ്പറേച്ചർ. പാർവതി പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? എടുത്തിട്ടില്ല. എല്ലാ ഗ്യാസുകളുടെയും ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അവരുടെ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്നാണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ എവിടേക്ക് മാറ്റണം എന്ന് മാത്രം, കെൽവിനിലോട്ട് മാറ്റണം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഗാമ കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ഗാമ എന്നാണ്. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഗാമ. അതറിയില്ലേ? അപ്പൊ നമുക്കിതിൽ ഡെൽറ്റ ടി ആണ് വേണ്ടത്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഓൾ ഡിവൈഡഡ് ബൈ ഗാമ എന്നല്ലേ വരിക. ഡെൽറ്റ വി ബൈ വി അവിടെ തന്നെ നിർത്തി, ഗാമേനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ഡെൽറ്റ ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഡെൽറ്റ വി ബൈ വി എത്ര പെർസെൻറ്റേജാ?
3.6%. അപ്പോൾ 3.6 by 100 ബൈ ഗാമയുടെ വാല്യൂ 1/273. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോട്ടോ, 1/273. അപ്പോൾ ആൻസർ 3.6 ഇൻറ്റു 273 ബൈ 3.6 ഇൻറ്റു 273 ബൈ 100 എന്ന് വരും. എത്ര കാൽക്കുലേറ്റ് ചെയ്തേ? Sir, approximately equal to 10.9 ആണോ? യെസ്, 10 ആണ് ആൻസർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറായി കണ്ടുപിടിക്കുന്നത് ആക്ച്വലി. കാരണം ഈ ഡെൽറ്റ ടി ആയതുകൊണ്ട് അത് 10 കിട്ടിയാൽ അത് കെൽവിൻ ആയാലും കുഴപ്പമില്ല, 10 ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാം, 10 കെൽവിൻ എന്നും പറയാം. കാരണം ഇറ്റ് ഈസ് ചേഞ്ച്. ഓക്കെ, Okay, sir. ഇതിൽ നിന്നൊരു പോയിന്റ് ഓർമ്മിച്ച് വെച്ചോ, എല്ലാ ഗ്യാസുകളുടെയും ഗാമയുടെ വാല്യൂ എന്തായിരിക്കും? 1 by initial temperature. 1 by initial temperature ആണ്. 1 by initial temperature. 1 by initial temperature. Good. 1 by initial temperature. Then ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പ്രോബ്ലം നമ്പർ 7. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷിത് ക്വസ്റ്റൻ ഒന്ന് റീഡ് ചെയ്തേ. പരീക്ഷിത്. പരീക്ഷിത്. സാർ പെട്ടെന്ന് നെറ്റ് പോയായിരുന്നു. പോയോ? ആ ക്വസ്റ്റൻ ഒന്ന് റീഡ് ചെയ്യണം. Stuck ആയി. പ്രോബ്ലം നമ്പർ 7. The moment of inertia of a body is L and the coefficient of linear expansion is alpha. If the temperature rises by a small amount of delta zero, then the change in momentum of inertia is nearly L. Alpha L delta 0, 2 alpha L delta 0, 3 alpha L delta 1/2 L delta. Okay. Moment of inertia of a body. Moment of inertia of a body is I. And coefficient of linear expansion is alpha. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് mr². അല്ലെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഏത് ബോഡി ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് mk². ഇക്വേഷൻ നമ്പർ 1 mk². ഓക്കെ, ചൂടാക്കി പുതിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ I' ഈസ് മാസ് മാറില്ല, k'². k എന്തായിട്ട് മാറി? k' ആയി. k ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. കേട്ടിട്ടുണ്ടോ? Yes, sir. ഗൈറേഷൻ ഇറ്റ്സ് ആക്ച്വലി എ ലെങ്ത് അല്ലേ? അത് ഗൈറേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് എ ലെങ്ത് ആണോ? ഇപ്പൊ k' ഈസ് ഈക്വൽ ടു k ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. ശരിയാണോ? അപ്പൊ I' ഈസ് ഈക്വൽ ടു m ഇൻറ്റു k ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ തീറ്റ ദ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. I' ഈസ് ഈക്വൽ ടു m ഇൻറ്റു, come on,
കെ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബാക്കി ആരുണ്ടാവും? 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പൈ ഡാഷ് ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ പ്ലസ്, അല്ല എം കെ സ്ക്വയർ കോമൺ ആയി പുറത്തുണ്ട്, 1 പ്ലസ് 2 ആൽഫ ഡെൽറ്റ തീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ തീറ്റ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ എന്താ കാര്യം ചോദിച്ചാൽ ഈ ആൽഫ ഈസ് എ വെരി വെരി സ്മോൾ വാല്യൂ. അപ്പൊ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 0 ആക്കും. ഓക്കെ ഓക്കെ ആണോ? ഈ എം കെ സ്ക്വയറിന് പകരം നമുക്ക് എന്താ എഴുതാം? ഐ എന്ന് എഴുതാം. അപ്പൊ ഐ ഡാഷ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഐ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 പ്ലസ് 2 ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. ഈ ലാസ്റ്റ് ടൈം എന്തുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്തത് മനസ്സിലായോ? ആൽഫ സ്ക്വയർ ഈസ് വെരി വെരി സ്മോൾ. എന്നാൽ ആൽഫ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടില്ല, ആൽഫ സ്ക്വയറാണ് നെഗ്ലക്ട് ചെയ്തത്. പൈ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 പ്ലസ് 2 ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. ക്ലിയർ ആയോ? അപ്പൊ ഐ ഡാഷ് ഈസ് ഈക്വൽ ഐ പ്ലസ് 2 ഐ ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മളോട് ചേഞ്ചാ ചോദിച്ചത്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഐ ഡാഷ് മൈനസ് ഐ ആണ്. ഐ ഡാഷ് മൈനസ് ഐ ഈസ് ഈക്വൽ ടു 2 ഐ ആൽഫ ഡെൽറ്റ തീറ്റ. ഈ ഐ ഡാഷ് മൈനസ് ഐനെയാണ് നമ്മൾ ഡെൽറ്റ ഐ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു 2 ഐ ആൽഫ ഡെൽറ്റ തീറ്റ. ആൻസർ ബി ആണ് കേട്ടോ. ബി. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ചൂടാക്കിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുകയോ കുറയോ? ചൂടാക്കിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുകയോ കുറയോ? കൂടും. കാരണം ഈ ഒരു ടേമും കൂടെ അഡീഷണൽ ആയിട്ട് വരും. കണ്ടോ, ഈ ടേമും കൂടെ അഡീഷണലി വരുമല്ലേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോലെയല്ല, ഒരു ബോഡി, ആ ബോഡിയെ നമ്മൾ ചൂടാക്കിയ ബോഡി എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ മാസ് പാർട്ടിക്കിൾസ് മൂവ് എവേ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. മാസ് പാർട്ടിക്കിൾ മൂവ് എവേ ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Mass particles move away from axis of rotation, so that moment of inertia will increases. Okay? Okay, sir. Moment of inertia will increases. Sir, ഈ radius of gyration എന്താന്ന് പറഞ്ഞുതരൂ? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ല? മറന്നുപോയി. മറന്നു. ആരാ ചോദിച്ചതിനോടത്? വൈഷ്ണവി സർ. വൈഷ്ണവി. ഇപ്പൊ സപ്പോസ് ഇതാണ് വൈഷ്ണവി എന്ന് വിചാരിച്ചോ. വൈഷ്ണവി ഈ ആക്സിസിൽ കറങ്ങണം. അപ്പോ വൈഷ്ണവിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി. ഓക്കെ, സം വാല്യൂ ഉണ്ട് അതിന്. എനിക്ക് ഇനി വൈഷ്ണവിയെ നമ്മൾ എന്ത് ചെയ്തു? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രൈൻഡിങ് മില്ലിൽ കൊടുത്തിട്ട് വൈഷ്ണവിയെ നമ്മൾ പൗഡറാക്കി മാറ്റി. ഓക്കെ, പൗഡറാക്കി മാറ്റി, നീ അതിനെ ഒരു സ്പിയർ ആക്കി മാറ്റി. അതായത് പൗഡർ ആക്കിയതിനു ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഒരു സ്പിയർ ആക്കി. ഇതാണ് പുതിയ വൈഷ്ണവി. എം മാസ് ഉണ്ട്. ഓക്കെ, ഇതിന് എം മാസായിരുന്നു. ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ എവിടെയോ ഒരു ആക്സിസ് വരച്ച് എവിടെയോ ഒരു ആക്സിസ് ഇട്ടു. എന്നിട്ട് അവിടുന്ന് R ഡിസ്റ്റൻസ് അകലെ അല്ലെങ്കിൽ K ഡിസ്റ്റൻസ് അകലെ നമ്മൾ ആ ബോഡിയെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അപ്പൊ ആദ്യം ഇതായി തലയുടെ ഉള്ളിലൂടെ ഒരു ആക്സിസ് ഇട്ട് ആ ആക്സിസിൽ കറങ്ങിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ആണ്. ഇപ്പൊ നമ്മൾ ആ വൈഷ്ണവി എന്ന് പറഞ്ഞ ബോഡിയെ നമ്മൾ ഒരു സ്ഫിയർ ആക്കി മാറ്റിയതിന് ശേഷം അവനെ K ഡിസ്റ്റൻസ് അകലെ കറങ്ങാൻ അനുവദിച്ചു. ഇതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ അവൻ വീണ്ടും കറങ്ങി. അപ്പൊ അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mk². ഇതേ വാല്യൂ കിട്ടി. ഇതേ വാല്യൂ വീണ്ടും കിട്ടി. അതേ വാല്യൂ കിട്ടാൻ വേണ്ടി, അതായത് ഇതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ വേണ്ടി ഈ വൈഷ്ണവിയുടെ മാസ് എത്ര അകലത്തിലാണ് പോയി കറങ്ങിയത്, ആ കറങ്ങേണ്ടി വരുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിനക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ. ഇപ്പൊ റിങ് കണ്ടില്ലേ? റിങ്ങിന്റെ ഇതായി സെന്ററിലൂടെ പോണ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഈ സീകൾ നമ്മൾ എന്താ പഠിച്ചല്ലേ? mr² എന്നല്ലേ പഠിച്ചല്ലേ? ഈ റിങ്ങിനെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ 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 പീസുകളാക്കി മാറ്റി ആ റിങ്ങിനെ നമ്മളൊരു
ക്രഷിങ് മില്ലിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പൊടിച്ച് നമ്മൾ എന്താക്കി മാറ്റി, ഒരു പൗഡറാക്കി മാറ്റി. ആ പൗഡറിൽ നമ്മൾ കുറച്ച് ലിക്വിഡൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു പർട്ടിക്കുലർ ഷേപ്പിലോട്ട് മാറ്റി സ്ഫിയർ എന്ന് വിചാരിച്ചു. ഈ റിങ്ങിന്റെ മാസും ഇതിന്റെ മാസും സെയിം ആണേ. ഓക്കെ, എന്നിട്ട് ആ സ്ഫിയർ ഏതോ ഒരു ഡിസ്റ്റൻസ് അകലെ ഒരു പർട്ടിക്കുലർ ആക്സിസിന് പോയി കറങ്ങിയാൽ മാത്രമേ ഇവന് ഇതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുള്ളൂ. I=mk². ഇതും സെയിം ആവണം. അത് രണ്ടും സെയിം ആവണമെങ്കിൽ ഈ ബോഡി എത്ര ഡിസ്റ്റൻസ് അകലെ പോയാണോ കറങ്ങിയത്, ആ കറങ്ങേണ്ടി വരുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ബോഡി അബൌട്ട് ദാറ്റ് ആക്സിസ്. അല്ലേ, മനസ്സിലായോ? യെസ് സർ. കാണിച്ചുതരാം. നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ടാവും. എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ? സ്ക്രീൻ കാണുന്നില്ലേ? പറഞ്ഞു. എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി about an axis may be defined as distance. It is a distance from എവിടുന്ന്? From the axis of a mass point. ഈ മാസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു റിങ്ങിനെ നമ്മൾ ഒരു സ്ഫിയർ ഷേപ്പിലോട്ട് മാറ്റി എന്ന് പറഞ്ഞില്ലേ. എൻറ്റയർ മാസ് ഈസ് അക്യുമുലേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ പോയിന്റ് അസ്യൂം ചെയ്തു. മാസ് പോയിന്റ് ഹൂസ് മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ഹോൾ ബോഡി. നേരത്തെ വൈഷ്ണവിയുടെ കാര്യം പറഞ്ഞാൽ വൈഷ്ണവിയെ നമ്മളൊരു സ്ഫിയർ ആക്കി മാറ്റുകയാണെങ്കിൽ ആ സ്ഫിയറിന്റെ മാസും വൈഷ്ണവിയുടെ മാസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആൻഡ് ഹൂസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദ ആക്സിസ്. The radius of gyration of a body about an axis may be defined as distance from the axis of a mass point whose mass is equal to mass of the whole body and whose moment of inertia is equal to moment of inertia of the body about the axis. ഒന്നുകൂടെ വായിച്ചു നോക്ക് കേട്ടോ. ഓക്കെ സർ. NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്ക്. ശ്രദ്ധിക്കുക, ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത്? യെസ് സർ. എന്തുപറ്റി? ഉറങ്ങിപ്പോയി. നമുക്കിനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇന്ന് 4th അല്ലേ? നമുക്കിനി ആകെ ഒരു 13 days ഒക്കെ ഉള്ളൂ. നിങ്ങൾ ഇന്നൊക്കെ ഒരു 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ചോളുണ്ടോ? അല്ലാതെ കിട്ടില്ല. അത് കേട്ടില്ലേ? ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഞാൻ അടുത്ത കൊല്ലം എഴുതാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. പരീക്ഷകൾ അടുത്ത കൊല്ലം ഇതുപോലത്തെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും. ഓണമൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. അതുകൊണ്ട് പറയുന്നതാണ്, ഡോണ്ട് വേസ്റ്റ് ടൈം. കേട്ടില്ലേ? കാരണം ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു ഡൗട്ടും വേണ്ട, പ്രയോറിറ്റി കൊടുക്കേണ്ടത് നെക്സ്റ്റ് ലെവൽ ആഘോഷങ്ങൾക്കൊന്നും അല്ല. കേട്ടില്ലേ? അപ്പം താങ്ക് യു ഓൾ. നാളെ കാണാം. നാളെ വേണോ ക്ലാസ്? വേണോ? അല്ല, നാളെ ക്ലാസ് വേണോ? ഫ്രാങ്കോ ഓക്കെയാണ്, വൈഷ്ണവി ഓക്കെയാണ്. എല്ലാ ക്ലാസ്സിലും ആക്റ്റീവായിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഫ്രാങ്കോ ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ ലൈവാണ്. താങ്ക് യു. അതുപോലെ തന്നെ പാർവതി തുടക്കം തൊട്ടേ ലൈവാണ്. താങ്ക് യു. അതുപോലെ തന്നെ വൈഷ്ണവും രണ്ടുപേരും സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഒരാളുണ്ടായിരുന്നു, അവനെ കാണാല്ലേ, അവൻ പോയെന്ന് തോന്നുന്നു. ചിലപ്പോൾ നെറ്റ് കണക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ. ഈ PDF ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? പിന്നെന്താ, ഇപ്പം തന്നെ ഇടാം കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ.